നമസ്കാരം. ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമാണ് സഞ്ജുവിനെ ഓപ്പണർ റോളിലേക്ക് കൊണ്ടുവരുന്നത്. സൂര്യകുമാർ യാദവ് നായകൻ എന്ന നിലയിലും സഞ്ജുവിനെ പിന്തുണച്ചതോടെ ഓപ്പണിംഗിൽ തുടർ അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുകയായിരുന്നു. അവസാന 5 T20യിൽ 3ലും സെഞ്ചുറി പ്രകടനമടക്കം നടത്തി മിന്നിക്കാൻ സഞ്ജു സാംസന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജുവിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കാത്തതിനാൽ തന്നെ അദ്ദേഹത്തെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഓപ്പണർ റോളിൽ കളിക്കുന്നതിനാൽ തന്നെ ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാർക്കൊന്നും T20 ടീമിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ഓപ്പണർ റോൾ ലക്ഷ്യമിട്ട ചിലർ ബാറ്റിംഗ് ഓർഡർ മാറ്റാനൊരുങ്ങുകയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൂടെ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. സഞ്ജുവിൻ്റെ ഓപ്പണർ റോൾ ലക്ഷ്യമിട്ട് IPLലൂടെ തങ്ങളുടെ റോൾ മാറ്റാനും ചിലർ തയ്യാറെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സഞ്ജുവിൻ്റെ ഓപ്പണർ സ്ഥാനം ലക്ഷ്യമിടുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യക്കായി ഇതിനോടകം തന്നെ ഓപ്പണറായി മിന്നിച്ചിട്ടുള്ള ഇഷാൻ കിഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്താണുള്ളത്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നിക്കുന്ന ഇഷാൻ ശക്തമായ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഓപ്പണർ റോളിലാണ് ഇഷാൻ കൂടുതലായി കളിക്കുന്നത്. വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന ഇഷാൻ 300-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത IPL സീസണിൽ ഇഷാൻ കിഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണ് ഉള്ളത്. ഇവിടെയും ഓപ്പണർ റോളിൽ അദ്ദേഹം കളിക്കാൻ ഇടയുണ്ട്. IPLൽ മിന്നിച്ചാൽ ഇഷാന് ഇന്ത്യയുടെ ഓപ്പണർ റോൾ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ നിലവിൽ T20 ടീമിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും ഋഷഭിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള അഴിച്ചുപണികളാണ് ഗംഭീർ നടത്തിയത്. ഇതോടെ T20 ടീമിൽ നിന്ന് ഋഷഭ് പതിയെ തഴയപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ ശക്തമായ തിരിച്ചുവരവിനാണ് ഋഷഭ് തയ്യാറെടുക്കുന്നത്. 3 ഫോർമാറ്റിലും ആധിപത്യം പുലർത്തുക എന്നതായിരിക്കും ഋഷഭിന്റെ ലക്ഷ്യം. സഞ്ജു സാംസണ് കൂടുതൽ അവസരങ്ങൾ T20യിൽ ലഭിക്കുകയാണ്. ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദിനത്തിലും സഞ്ജു സജീവമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീമിൽ മാറ്റി നിർത്താൻ പാടില്ലാത്തൊരു താരമായി സഞ്ജു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഭീഷണി ഋഷഭും നേരിടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സമ്പൂർണമായ അതായത് എല്ലാ ഫോർമാറ്റിലും ഒരു സാന്നിധ്യം അതായിരിക്കും ഋഷഭ് പന്ത് ശ്രദ്ധിക്കുക. ഋഷഭ് ഇത്തവണ ലക്നൗ സൂപ്പർ ജയൻസിലാണ് ഉള്ളത്. ലക്നൌവിനായി ഓപ്പണർ റോളിൽ ഋഷഭ് കളിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെ വന്നാൽ സഞ്ജുവിനത് കൂടുതൽ തിരിച്ചടി നൽകും. സഞ്ജുവിന്റെ സ്ഥാനം ലക്ഷ്യമിട്ട് ഋതുരാജ് ഗെയ്ക്വാദും തന്റെ റോള് മാറ്റാനൊരുങ്ങുകയാണ്. ഓപ്പണറായ ഋതുരാജ് അടുത്ത സീസണിൽ വിക്കറ്റ് കീപ്പർ റോളും ഏറ്റെടുക്കാൻ പോകുകയാണ്. CSKയിൽ വിക്കറ്റ് കീപ്പർ ഓപ്പണർ റോളിൽ തിളങ്ങിയാൽ ഋതുരാജിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പണർ റോളിൽ IPLൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ഋതുരാജ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫ്ലോപ്പായാൽ കാര്യങ്ങൾ കടുപ്പമാകും. ഇന്ത്യയുടെ T20 ടീമിലേക്ക് പരിഗണന ലഭിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജിതേഷ് ശർമ്മ. മധ്യനിരയിൽ കളിക്കുന്ന ജിതേഷ് ഇപ്പോൾ ഓപ്പണിംഗിലേക്ക് തന്റെ റോൾ മാറ്റാൻ ഒരുങ്ങുകയാണ്. ഏത് ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കാനും തയ്യാറാണെന്ന് ഇതിനോടകം ജിതേഷ് പറഞ്ഞിട്ടുമുണ്ട്. സഞ്ജു സാംസന്റെ ഓപ്പണർ റോൾ ലക്ഷ്യമിട്ടാണ് ജിതേഷ് ശർമ്മ പദ്ധതി മെനയുന്നത്. വരുന്ന IPLൽ കൂടുതൽ മിന്നിക്കാൻ സാധിച്ചാൽ ജിതേഷിന് ഇന്ത്യയുടെ T20 ടീമിൽ ഓപ്പണർ റോളിലേക്ക് വിളിയെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.